ഞാൻ 127 സങ്കീർത്തനം 3 പ്രാവശ്യം, ഇത് തേർഡ് ടൈമാണ് വായിക്കുന്നത്. 2 പ്രാവശ്യം പറഞ്ഞപ്പോൾ സമയമില്ലായിരുന്നു. ഇത് എൻ്റെ തേർഡ് ടൈമാണ് ഞാൻ വായിക്കുന്നത്. അതുകൊണ്ട് ഐ എം ഗോയിങ് ടു എക്സ്പ്ലെയിൻ സംതിങ് ഫ്രം ഈച്ച് വേഴ്സസ് ഓഫ് Psalm 127. ഞാൻ നമ്മുടെ ജോൺസൻ്റെ വീട്ടിലെ ഹൗസ് വാമിങ്ങിന് ചില കാര്യങ്ങളൊന്ന് പറഞ്ഞിരുന്നു. ഐ എം ഗോയിങ് ടു റിപ്പീറ്റ് ദാറ്റ് അഗെയിൻ. വളരെ പെട്ടെന്ന് ചില കാര്യങ്ങൾ പറയാമെന്നാണ് വിചാരിക്കുന്നത്. ഈ 127 വളരെ ഷോർട്ടാണ്. ഇസ്രയേലിലെ അല്ലെങ്കിൽ യെരുശലേമിലേക്ക് പിൽഗ്രിംസ്, ജെറുസലേമിന് പുറത്ത് താമസിക്കുന്ന ആളുകൾ യെരുശലേമിലേക്ക് വരുമ്പോൾ, when they are coming back to Jerusalem, the pilgrims of the Jews, they are singing these psalms together. അങ്ങനെ പാടിപ്പാടിയാണ് അവർ യെരുശലേമിലേക്ക് വരുന്നത്. അവർ പാടുന്ന പാട്ടിന് ഈണം നോക്കിയേ. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ, നമുക്കൂടെ ഒന്ന് നമുക്ക് പാടാൻ അറിയാൻ വരെങ്കിലും വൈ ഡോണ്ട് യു റീഡ് ടുഗദർ. ഞാൻ വായിക്കാൻ നേരത്ത് ഞാൻ എമ്മോറിസ് പാസ്റ്റർ മാത്രം വായിച്ചോളൂ എനിക്ക്. വൈ ഡോണ്ട് യു റീഡ് ടുഗദർ ദാറ്റ് വേഴ്സ്? യഹോവ വീട് പണിയാതിരുന്നാൽ. നിങ്ങൾ നോക്കിയ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ജെറുസലേമിലെ ഫെസ്റ്റിവലിനായിട്ട് യാഗം അർപ്പിക്കാനൊക്കെ ആയിട്ട് അവരിങ്ങനെ വരികയാണ്. ആ ടെമ്പിൾ മൗണ്ട് ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ അവരിങ്ങനെ പാടും, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു, യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃഥാ. അവരിങ്ങനെ ഈ പാട്ട് പാടി റിപ്പീറ്റ് ചെയ്ത് പാടി അവരാലയത്തിലേക്ക് പ്രവേശിക്കും. ദൈവത്തിന് സ്തോത്രം. ഈ സ്കോട്ട്ലൻഡിലെ എഡിൻബ്ര ചിലരെങ്കിലും പോയിട്ടുണ്ടാവും. ആ സ്ഥലത്തെ ആ സിറ്റിയുടെ ഒരു മോട്ടോ ഞാനന്ന് പറഞ്ഞ കാര്യമാണ്. ദ മോട്ടോ ഓഫ് ദാറ്റ് സിറ്റി, ദ എഡിൻബ്ര സിറ്റി, സ്കോട്ട്ലൻഡ്, നിസി ഡോമിനോസ് ഫ്രൂസ്ട്ര. അവിടെ പ്രധാനമായിട്ടും ഞാൻ അതിൽ യാത്ര ചെയ്തിട്ടുണ്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നിസി ഡോമിനോസ് ഫ്രൂസ്ട്ര. ദാറ്റ് ഇസ് എ ലാറ്റിൻ ഫ്രേസ്. The meaning of that phrase is, without God all is in vain. ദൈവത്തെ കൂടാതെ എല്ലാം മായയാണ്. അതാണ് ആ സിറ്റിയുടെ മോട്ടോ തന്നെ. നമ്മുടെ ജീവിതത്തിലും we all should write in our heart, without God all is in vain. Kids, without Lord all your education is vain. Parents, without Lord all your achievements are vain. വളരെ പരമാർത്ഥതയോടെ അന്നത്തെ പ്യൂരിറ്റൻസ് ഒക്കെ ആയിരുന്നു ആ സിറ്റിയിൽ റൂൾ ചെയ്തുകൊണ്ടിരുന്നത്. അവരന്ന് ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടവർ എഴുതി വെച്ച കാര്യമാണ്, ദൈവത്തെ കൂടാത്തതെല്ലാം മായയാണ്. നമുക്ക് ഇന്ന് രാവിലെ അത് എഴുതേണ്ടത് വളരെ ആവശ്യമാണ് നമ്മുടെ ജീവിതത്തിൽ. ദൈവത്തെ കൂടാതെ നമ്മൾ വെട്ടിപ്പിടിക്കുന്നതെല്ലാം മായയാണ്. ആത്മീയത മാറ്റിവെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതെല്ലാം വേസ്റ്റാണ്. പ്രൈസ് ലോർഡ്. നിങ്ങൾക്ക് മാത്രമേ മറ്റ് മെറ്റീരിയലിനോടുള്ള നിങ്ങളുടെ ആഗ്രഹം എത്രമാത്രം ഉണ്ടെന്ന് അറിയുള്ളൂ. എനിക്കറിയില്ല. I cannot see your heart, you cannot mine. But God is sovereign. He knows everyone's attitude. നമ്മുടെ ഹൃദയത്തിൻ്റെ മാംസപ്പലകയിൽ എഴുതണം, നിസി ഡോമിനോസ് ഫ്രൂസ്ട്ര. വേറെ എന്തുണ്ടെങ്കിലും ഒന്നുമില്ല. Praise the Lord. Unless the Lord, vanity. Unless the Lord, frustration. Unless the Lord involved, unless the Lord does something, it is all empty, it is all vanity, it is nothing, and it is all frustration. ദൈവം ഇല്ലായെങ്കിൽ എന്തുണ്ടെങ്കിലും, സങ്കീർത്തനൊക്കെ ഈ പാട്ടുകാരൻ പറയുകയാണ്, അല്ലെങ്കിൽ യഹൂദന്മാർ ഒരുമിച്ച് പാടി പറയുകയാണ്, യഹോവ ഇല്ലെങ്കിൽ എന്തുണ്ടെങ്കിലും നിനക്കൊന്നുമില്ല. ഇന്ന് രാവിലെ ഈ തിരുവെഴുത്ത് നമ്മുടെ അകത്ത് കയറണം. കർത്താവില്ലാതെ എന്നാ ഉണ്ടെങ്കിലും ഒന്നുമില്ല. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും, എന്താ അതിൻ്റെ അർത്ഥം? ഐ ടോൾഡ് മെനി ടൈംസ്, മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ,
Seek always what is permanent. Seek always what is eternal. നാം എപ്പോഴും അന്വേഷിക്കേണ്ടത് നിത്യതയിൽ നിലനിൽക്കുന്ന കാര്യമായിരിക്കണം. താൽക്കാലികമായതിന് നമ്മുടെ സമയം അധികം കളയാൻ പാടില്ല. Unless the Lord build the city, ആർക്കും അതിനെ സൂക്ഷിക്കാൻ പറ്റില്ല. പ്രായമുള്ളവരോട് ചോദിച്ചാൽ അവർക്ക് they can give many examples from their life experience. Praise Lord. The summary of this psalm, Solomon, the writer Solomon teaches that a godly home and a successful work cannot occur apart from the Lord's blessing. ദൈവാനുഗ്രഹം കൂടാതെ ഒരു നല്ല വീടോ ഒരു സംതൃപ്തിയുള്ള ജോലിയോ കിട്ടുകയില്ലെന്ന്. Praise the Lord. Unless the Lord, without the Lord, unless the Lord involved, unless the Lord does something, it is all empty. It is all vanity. You can see three things highlighted here. The first, that verses from verses 1 to 5. Houses, cities, and families. Three things. Houses, cities, and family. ഇവിടെ ഒരു സൊസൈറ്റിക്ക് the Psalm look at it in particular with the three you might call building block of any society. ഒരു സൊസൈറ്റിക്ക് വേണ്ട മൂന്ന് കാര്യം എന്നൊക്കെയാണ്? ഹൗസ് വേണം, സിറ്റി വേണം, അത് ഇൻഹാബിറ്റ് ചെയ്യാൻ ഫാമിലി വേണം. സാമിസ്റ്റ് പറയുന്നത് എന്നാ അറിയാം? അൺലെസ് ദ ലോഡ്, ഇതെല്ലാം വെയിനാണെന്ന്. ഇതിൻ്റെ ഹീബ്രു റൈറ്റിങ്ങിൻ്റെ തുടക്കം എങ്ങനെയാണെന്നറിയാമോ? നമ്മളിവിടെ വായിക്കുന്നത് അൺലെസ് ദ ലോഡ് ബിൽഡ് ദ ഹൗസ് ദ ലേബർ ഇൻ വെയിൻ ഹു ബിൽഡ് ഇറ്റ്. പക്ഷേ ഹീബ്രുവിൽ അത് തുടങ്ങുന്നത് ഇൻ വെയിൻ, ഇൻ വെയിൻ, ഇൻ വെയിൻ എന്ന് പറഞ്ഞാണ്. എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ അതിൻ്റെ തീം പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ദൈവമില്ല എങ്കിൽ വീടില്ല, ദൈവമില്ല എങ്കിൽ സിറ്റിയില്ല, ദൈവമില്ല എങ്കിൽ കുടുംബമില്ല. വെയിൻ, വിതൗട്ട് ലോഡ് എവറിത്തിങ് ഈസ് വാനിറ്റി. വിതൗട്ട് ഗോഡ് എവറിത്തിങ് ഈസ് എംറ്റി. അത് നമുക്ക് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുകയെന്ന് എനിക്കറിയാം, കാരണം നമ്മൾ ഒത്തിരി സുഖമായിട്ട് ജീവിക്കുന്നവരാണ്. പക്ഷേ ദിസ് ഈസ് ദ ഫാക്റ്റ്. ഇതാണ് കർത്താവ് നമ്മളോട് പറഞ്ഞത്. ദിസ് ഈസ് ഇൻസ്പയർഡ് സ്ക്രിപ്ചർ. വിതൗട്ട് ഗോഡ് എവറിത്തിങ് ഈസ് വാനിറ്റി. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. Verse 1, the first part of verse is talking about the provision of the Lord. Provision of the Lord. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ, വെയിൻ എന്ന വാക്കിൻ്റെ അർത്ഥം യൂസ്ലെസ്, എംറ്റി, ഫ്യൂട്ടൈൽ എന്നൊക്കെയാണ്. എന്ന് പറഞ്ഞാൽ എനിത്തിങ് യു ഡു ഇൻ യുവർ ലൈഫ് ഈസ് ടോട്ടലി കംപ്ലീറ്റ്ലി വെയിൻ അൺലെസ് ഗോഡ് ഈസ് ഡൂയിങ് ഇറ്റ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ അത് ചെയ്യുന്നില്ലെങ്കിൽ എല്ലാം വെയിനാണ്. പ്രൈസ് ലോർഡ്. നമുക്ക് ഒത്തിരി കാര്യം ഉണ്ടായിരിക്കാം. കർത്താവ് നമ്മളോട് പറയുകയാണ്, ഹോളി സ്പിരിറ്റ് നമ്മളോട് പറയുകയാണ്, ദൈവമാണ് നിങ്ങളുടെ ജീവിതത്തിൽ അത് ചെയ്യുന്നില്ല, ദൈവം ചെയ്യുന്നില്ല എങ്കിൽ മായയാണ്, വാനിറ്റിയാണ്. സിറ്റി ഓഫ് എഡിൻബ്രയിലെ ആ വിശുദ്ധന്മാർ അന്ന് എഴുതി വെച്ച പോലെ നിസി ഡോമിനോസ് ഫ്രൂസ്ട്ര. ദൈവം വാഴുന്നു. എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ജീവിതത്തിൽ ദൈവമില്ലെങ്കിൽ എല്ലാം വെയിനാണ്, എല്ലാം വെയിനാണ്. അത്രയും പറയാനേ സമയമുള്ളൂ എനിക്ക്. വീട് പണിയ കർത്താവില്ലെങ്കിൽ എല്ലാം വെയിനാണ്. അത് ജീസസ് പറഞ്ഞ എത്ര കൃത്യമാണ്. അപ്പാർട്ട് ഫ്രം മീ യു കനോട്ട് ഡു നത്തിങ്. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. പോള് പറഞ്ഞ ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ഹും ഹു സ്ട്രെങ്തൻസ് മീ. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം. അത് തന്നെയാണ് സാമസ്യ പറഞ്ഞേക്കുന്നത്. യഹോവ വീട് പണിയാതിരുന്നാൽ, ഞാൻ ഒത്തിരി നേരം ചിന്തിച്ചു ആ വാക്യത്തിൽ നിന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ. ഹൗ ഗോഡ് സ്റ്റാർട്ട് ടു ബിൽഡ് എ ഹൗസ്. ദൈവം എങ്ങനെ വീട് പണിയുന്നേ? നാം എല്ലാവരും ചത്ത കല്ലുകളായിരുന്നു. നാം ജീവനുള്ള അവൻ്റെ അടുക്കൽ ചെന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ദ ഫസ്റ്റ് ബ്ലോക്ക് ഓഫ് എ ബിൽഡിങ് എ ഹൗസ് ഈസ് കൺവേർഷൻ.
യഹോവ വീട് പണിയണമെങ്കിൽ രക്ഷിക്കപ്പെടണം, ഒന്നാമത്തെ കാര്യം. അത് പ്രോഗ്രസ് ആകണമെങ്കിൽ സാൻറ്റിഫിക്കേഷൻ വേണം. അതിൻ്റെ പൂർണ്ണതയിൽ കർത്താവാണ് എത്തിക്കുന്നത്. സ്റ്റാർട്ടിങ് എവറിത്തിങ് ഫ്രം കൺവേർഷൻ. അൺലെസ് the Lord builds a house, it is all vanity. യഹോവ വീട്, the provision is from the Lord. The second part of verse number 1. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃഥാ. The first part is talking about the provision of the Lord. The second part is talking about the protection of the Lord. ദൈവം എന്ത് ചെയ്യുക? പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. ലോകത്തിലാര് നമ്മളെ സൂക്ഷിച്ചാലും അതെന്ത് ചെയ്യല? സൂക്ഷിപ്പാകുകയില്ല. ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യണം. അന്നത്തെ സിറ്റി എഡിംബ്രായിലെ ആ വിശുദ്ധന്മാർക്ക് അവരറിയായിരുന്നു. അതുകൊണ്ട് അവർ എഴുതി വെച്ചത് നിസി ഡോമിനോസ് ഫ്രൂസ്ട്ര. നമ്മുടെ വീട്ടിലത് എഴുതണം, നമ്മുടെ ജീവിതത്തിൽ അത് എഴുതണം. യഹോവ വീട് പണിയണം. അതിൻ്റെ അർത്ഥം നമുക്ക് പോലീസ് സെക്യൂരിറ്റി വേണ്ടെന്നൊന്നുമല്ല. വി ഓൾ ആർ താങ്ക്ഫുൾ ടു ദം, റൈറ്റ്? Psalmist is talking about more than the physical prevention of harm. He is talking about all that can befall us as human being. He is reminding us no amount of planning, no amount of money, no sophisticated home security system can keep you from disappointment, can keep you from illness, from betrayal, from accident, from brokenness, from sadness. Only God can protect you. ഏത് ക്യാമറ സിസ്റ്റം ഉണ്ടെങ്കിലും നമ്മളെ സൂക്ഷിക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ദ ബാറ്റിൽ ഫോർ ദ ഹോം. നമ്മളെ എല്ലാവരെയും നശിപ്പിക്കാൻ ഒരു ശത്രു ഇങ്ങനെ ഊടാടി നടക്കുകയാണ്. തമ്പുരാൻ പറയുകയാണ്, യഹോവ പട്ടണം കാക്കുന്നു, അതുകൊണ്ട് നമ്മൾ സേഫായിട്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ വീട് കർത്താവ് കാക്കട്ടെ, നമ്മുടെ സിറ്റി കർത്താവ് കാക്കട്ടെ. എവറിത്തിങ് ഈസ് സ്റ്റാർട്ടിങ് ഫ്രം കൺവേർഷൻ. കൺവേർഷനുള്ള വീട്ടിൽ മാത്രമേ ഈ പറയുന്ന വാക്യങ്ങളൊക്കെ ആപ്ലിക്കബിൾ ആകുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ യഹോവ വീട് പണിയാതിരുന്ന പണിയുന്നവർ വൃഥാ. The primary builder is God himself. Who are the secondary builders of the house? We are the secondary builders of the house. യഹോവ വീട് പണിയുന്നു, നാം അധ്വാനിക്കുന്നു. നാം എത്ര മെറ്റീരിയൽസ് ഉണ്ടെങ്കിലും തമ്പുരാൻ പണിയുന്നില്ലെങ്കിൽ വേസ്റ്റാണ്. ബെസ്റ്റ് എക്സാമ്പിൾ ആരാന്നറിയാമോ? ദ ടവർ ഓഫ് ബാബേൽ. They have sufficient materials. They have sufficient manpower. They have all physical object, but they couldn't complete the building. Unless the Lord builds a city, it is all vain. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ ഒറ്റ കാര്യം ഓർത്താൽ മതി. യഹോവ വീട് പണിയണം, യഹോവ സിറ്റി പണിയണം, യഹോവ കുടുംബം പണിയണം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ രണ്ടാമത്തെ എൻ്റെ വാക്കുകളെ മുന്നോട്ട് പെട്ടെന്ന് അധികം പോകാതെ നിർത്താം. നിങ്ങൾ അധികാലത്ത് എഴുന്നേൽക്കുന്നതും നന്നായി താമസിച്ച് കിടക്കാൻ പോകുന്നതും കഠിനപ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്ര എൻ്റെ പ്രിയനോ. നല്ല സന്തോഷമുള്ള വാക്യല്ലേ? സോ ഹാപ്പി ടു ഹിയർ ദാറ്റ് വേഴ്സ്. പക്ഷെ നിങ്ങൾ ഈ സോളമൻ്റെ മറ്റ് റൈറ്റിങ്സ് വായിക്കണം. ഹാർഡ് വർക്ക് ചെയ്യാത്തവൻ ഫുഡ് കഴിക്കരുതെന്നാണ് പറഞ്ഞേക്കുന്നത്, റൈറ്റ്? അങ്ങനെയല്ലേ വായിക്കുന്നേ? പണിയാക്കള്ളൻ എന്ത് ചെയ്യരുത്? ഈ എല്ലാ ആ ജോലി ഫെയ്ത്ത്ഫുള്ളായിട്ട് ചെയ്യുക എന്നുള്ളത് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് ഈ ഔട്ട്സൈഡ് ജോലി ചെയ്യുന്നവർ മാത്രമാണ് ജോലി എന്ന് ചിന്തിക്കരുത്. വി ഓൾ ആർ ഡൂയിങ് അവർ ഓൺ വർക്ക്സ്. ഇവിടെ സാമിസ്റ്റ് പറയുന്നത് എന്നാണെന്നറിയാമോ? ഈ വാക്യത്തിൻ്റെ അർത്ഥം, this is not demeaning hard work. Solomon had much more to say about hard work, especially Proverbs chapter 6 and all. ഈ വാക്യത്തിൻ്റെ അർത്ഥം, if you will put the Lord in your life, listen to me, if you put the Lord in your life, you will get peace and rest. അതാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം.
ദൈവത്തെ നിൻ്റെ ജീവിതത്തിൽ ഒന്നാമത് വെച്ചാൽ, ഈ ഒന്നാമതെന്ന് പറഞ്ഞാൽ രണ്ടാമത് എന്നെ വെക്കാമെന്നല്ല അർത്ഥം. ഹീ ഈസ് ദയർ ഓൾവേസ്. സങ്കീർത്തനത്തിൽ വായിക്കുന്നില്ലേ, ഞാൻ Psalm 17 ആ വാക്യം എൻ്റെ മനസ്സിൽ നിന്ന് പോയി, നിൻ്റെ രൂപം എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ എപ്പോഴും ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ കണ്ണ് തുറക്കുമ്പോഴേ ആരാ ഇരിക്കുന്നേ? ഞാൻ അലേർട്ടായിരിക്കുമ്പോഴെല്ലാം ആരെയാണ് ഞാൻ കാണുന്നേ? ദ ലോർഡ് ഈസ് ബിഫോർ മീ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ എന്ത് ക്രൈസിസും വരട്ടെ, പക്ഷേ നമ്മളെ ആത്യന്തികമായി പ്രൊട്ടക്റ്റ് ചെയ്യാൻ കർത്താവിന് മാത്രമേ പറ്റുള്ളൂ. നമുക്ക് എത്ര മെറ്റീരിയൽ ഉണ്ടായിക്കോട്ടെ, പക്ഷെ ആ ബിൽഡിംഗ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ കർത്താവിന് മാത്രമേ പറ്റുള്ളൂ. ഹീ ഈസ് ദ റിയൽ പ്രൊവൈഡർ, ഹീ ഈസ് ദ റിയൽ പ്രൊട്ടക്ടർ. ഓൺലി ഹീ ക്യാൻ പ്രിസർവ് യു. പ്രൈസ് ദി ലോർഡ്. ഇവിടുത്തെ ആ പ്രോഗ്രഷൻ നിങ്ങൾ നോക്കിയേ. God built the house, God watched over the city, then verse 3, and then it is the gift of God to provide family. അടുത്ത വാക്യം എങ്ങനെ? ലിസൺ ടു മീ പ്ലീസ്. അവിടെ ഒരു കുഴപ്പമില്ല, നിങ്ങളെന്നെ നോക്കിയാൽ മതി. യഹോവ വീട് പണിയുന്നു, പട്ടണം സൂക്ഷിക്കുന്നു, ബട്ട് ആരെങ്കിലും അവിടെ താമസിക്കാൻ വേണ്ടേ? The third part is talking about a strong Christian family. അതിൻ്റെ അർത്ഥം അവിടുത്തെ മക്കളെ യഹോവ നൽകുന്ന ദാനം, ഉദരഫലം, അവൻ നൽകുന്ന പ്രതിഫലം, വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ, അങ്ങനെ 3 പ്രയോഗമുണ്ട്. റിവാർഡ്, ആരോസ് ആൻഡ് ഗിഫ്റ്റ്. ദ ഹെറിറ്റേജ്, ദ റിവാർഡ് ആൻഡ് ആരോസ്. ഇത് കുടുംബത്തെ പറ്റിയാണ് പറഞ്ഞേക്കെന്ന് പറഞ്ഞാൽ, വീട് പണിതാലും പട്ടണം പണിതാലും ആ പട്ടണത്തെ ഇൻഹാബിറ്റ് ചെയ്യാൻ ദൈവം കുടുംബം പണിയുകയാണ്. അങ്ങനെങ്കിൽ നമ്മുടെയൊക്കെ വീട്ടിലെ എല്ലാ കാര്യത്തിലും ദൈവം വീട് പണിയണം. ദൈവം വീട് പണിയണമെങ്കിൽ എന്നാ ചെയ്യണം? കൺവേർഷൻ നടക്കണം ആദ്യം. അങ്ങനെയുള്ള വീടിനെ കർത്താവ് സൂക്ഷിക്കുന്നു. ആ വീട്ടിൻ്റെ മോട്ടോ, അൺലെസ് ദ ലോർഡ് എവരിതിങ് ഈസ് വെയിൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, അതായിരിക്കണം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദൈവം വീട് പണിയുന്നില്ലെങ്കിൽ ബാബേല് പോലെ നമ്മൾ തകർന്നു പോകും. ദൈവം വീട് പണിയുന്നില്ലെങ്കിൽ നോഹയുടെ കാലം പോലെ നമ്മൾ തകർന്നു പോകും. ദൈവം വീട് പണിയുന്നില്ലെങ്കിൽ ഇസ്രായേലിനെ ചതറിച്ചതുപോലെ തമ്പുരാൻ നമ്മുടെ കുടുംബത്തെ ചതറിക്കും. നമ്മുടെ ജീവിതത്തിൽ എഴുതി വെക്കണം, വിത്തൗട്ട് ഗോഡ്, കർത്താവിനെ കൂടാത്തതെല്ലാം മായയാണ്, എല്ലാം മായയാണ്. ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്നുള്ളത്, the real context of the psalm is the house is talking about Jerusalem temple. The city is talking about the city of Jerusalem. The family is talking about the family of David. That is the real context of the psalm. ദൈവം ഒരു ടെമ്പിൾ പണിയുന്നു. ആ ടെമ്പിളിനെ സൂക്ഷിക്കാൻ ജെറുസലേം സിറ്റിയെ പണിയുന്നു. അതിനെ ഇൻഹാബിറ്റ് ചെയ്യാൻ ആർക്കും മുറിക്കാൻ കഴിയാത്ത നമ്മുടെ കർത്താവിന് വരാനായിട്ട് ഒരു ഡേവിഡ് കിങ്ഡത്തെ കർത്താവ് സൂക്ഷിക്കുന്നു. ഈ എസ്രായൊക്കെ പ്രാർത്ഥിച്ചില്ലേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്ക് ഒരു ശുഭയാത്ര വേണമെന്നൊക്കെ പ്രാർത്ഥിച്ചില്ലേ? എന്തിനാണെന്നറിയാമോ? മശിഹായിക്ക് വരണമെങ്കിൽ ഒരു റെമനന്റ് വേണമായിരുന്നു. നിങ്ങളുടെ സന്തതി ഭൂമിയിൽ നശിക്കാതിരിക്കാൻ ദൈവം നിങ്ങൾക്ക് മുമ്പേ എന്നെ ഇവിടെ കൊണ്ടുവന്ന് ജോസഫ് പറയുന്നില്ലേ? അതിൻ്റെ ആത്യന്തിക റിസൾട്ട് നമ്മുടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ആ കുടുംബത്തെ പോലും ഒരുക്കുമായിരുന്നെന്നാ. പ്രൈസ് ദി ലോർഡ്. ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ ദൈവം നമ്മുടെ കുടുംബങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. കരമെടുത്തൊരു സ്തോത്രം ചെയ്യാമോ? പ്രൈസ് ദി ലോർഡ്. ഒറ്റ കാര്യം കൂടെ, അവിടെ മക്കളെ യഹോവ നൽകുന്ന ദാനം, പേരൻസും പ്രത്യേകിച്ച് യങ് കപ്പിൾസ് അല്ലേ എന്നെ നോക്കി, പ്രായമുള്ളവരുടെ മക്കളൊക്കെ കല്യാണമൊക്കെ കഴിഞ്ഞു, എന്നാലും കുഴപ്പമില്ല, എന്നെ നോക്കി. മക്കളെ എല്ലാം ദൈവം നമുക്ക് നൽകി. ആദ്യം ചിന്തിക്കേണ്ട കാര്യം, ദൈവം നമുക്ക് തന്ന മക്കൾ ദൈവമല്ല. എല്ലാവരും കേട്ടോ? ദൈവം നമുക്ക് തന്ന മക്കൾ ദൈവമല്ല. അവർ പാപപ്രകൃതമുള്ള, ആഡമിക് നേച്ചറുള്ള
ദൈവത്തെ സേവിക്കാൻ മനസ്സില്ലാത്ത മറ്റുള്ളവരെ പോലെ സെയിം ആണ് നമ്മുടെ മക്കളും. പക്ഷെ എവിടെ ചേഞ്ച് എന്നറിയാമോ? ഇൻ കൺവേർഷൻ. അതുകൊണ്ട് എപ്പോഴും ഓർത്തോണം കൺവേർഷൻ. സോ ഈ കുഞ്ഞുങ്ങളെ നമ്മുടെ കയ്യിൽ 15 വയസ്സ് വരെയൊക്കെ ഉള്ളല്ലേ, 15 to 17 years. യുവർ ആരോ മസ്റ്റ് ബി കെയർഫുള്ളി ഷേപ്ഡ്. ദൈവം നമുക്ക് തന്നേക്കുന്ന കുഞ്ഞിനെ കെയർഫുള്ളി ഷേപ്പ് ചെയ്യണം. കടയിൽ പോകുമ്പം ഇഷ്ടമുള്ളതെല്ലാം മേടിച്ചു കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ബട്ട് ഷെയർ ദം ഹൂ ജീസസ് ഈസ്. ഷെയർ ദം വാട്ട് ഈസ് ദ ഗോസ്പൽ. യുവർ ആരോ മസ്റ്റ് ബി കെയർഫുള്ളി ഷേപ്ഡ്. സെക്കൻഡ്, ആരോ മസ്റ്റ് കെയർഫുള്ളി എയിംഡ്. എന്ന് പറഞ്ഞാൽ പേരൻസ് മനസ്സിലാക്കണം, നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങോട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. കെയർഫുൾ ആയിരിക്കണം, അവരെ ഷാർപ്പായിരിക്കണം, നന്നായിട്ട് എയിം ചെയ്യണം. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? വൺ ഡേ വി ഓൾ മസ്റ്റ് റിലീസ് ദ ആരോ. 20 വയസ്സാകുമ്പം ഈ കുഞ്ഞുങ്ങൾ നമ്മുടെ കയ്യിലില്ല. പക്ഷേ ഇവർ കെയർഫുള്ളി ഷേപ്പ് ചെയ്യുവാണെങ്കിൽ ധൈര്യമായിട്ട് വിടാം. ബെസ്റ്റ് എക്സാമ്പിൾ, ഏലിയും പുരോഹിതന്റെ മക്കളും അഴുക്കാന്നറിഞ്ഞിട്ടും സാമുവേലിനെ ഹന്ന കൊണ്ട് വിട്ടു. എന്താ കാര്യം എന്നറിയാവോ? കെയർഫുള്ളി ഷേപ്ഡ്. എനിക്ക് അത്രയും പറയാനേ സമയമുള്ളൂ. ന്യൂ ടെസ്റ്റ്മെന്റിനോട് ചേർത്ത് ഇങ്ങനെ പറയാം, വി ആർ ദ ഹൗസസ്. എന്താ തിരുവെഴുത്ത് വായിക്കുന്നത്? നാം ആത്മീയ ഗ്രഹം. വി ആർ ദ ടെമ്പിൾ ഓഫ് ദ ലോർഡ്. സിറ്റി എന്നാ? ദൈവം നിർമ്മിച്ച സിറ്റിയിലേക്ക് നമ്മൾ പോവുകയാണ്. വി ആർ ഫോക്കസിങ് ടുവേർഡ്സ് ദ സിറ്റി ഓഫ് ദ ലോർഡ്. ഫാമിലി ഏതാ? നാം എല്ലാം വി ഓൾ ആർ അഡോപ്റ്റഡ് ഇൻ ടു ദ ഫാമിലി ഓഫ് ദ ലോർഡ്. He is the protector. He is the provider. He is providing everything for us. നമ്മുടെ ഉത്തരവാദിത്തം കെയർ ദ കിഡ്സ്, ഷേപ്പ് ദ കിഡ്സ് ആൻഡ് റിലീസ് ദ കിഡ്സ് അറ്റ് ദ ഡ്യൂ ടൈം. അങ്ങനെയുള്ളവന് ദൈവരാജ്യത്തിൽ ലജ്ജിക്കേണ്ടി വരില്ല, അവന് സന്തോഷിക്കാം. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ ജീവിതത്തിൽ എഴുതി വെക്കാം. നിസി ഡോമിനോസ് ഫ്രൂസ്ട്ര. യഹോവ വീട് പണിയാതിരുന്നാൽ എല്ലാം വെയിലാണ്. ഇത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആപ്തവാക്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ നിർത്തുന്നു.